ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ല, ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനെടുത്തപ്പം അച്ചു പൊട്ടിപ്പോയി, പിന്നെ മിച്ചറുണ്ടാക്കി ശരിയായില്ല. പിന്നെ ആ മാവ് 2 ദിവസം ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു കേട്ടോ. ഫ്രിഡ്ജ് വെച്ചിരുന്നിട്ട് ഞാൻ പിന്നെ അതങ്ങ് കളിയോടൊക്കെ ആക്കി. ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ചുമന്നുള്ളിയും ജീരകവും എല്ലാം കൂടെ അരച്ച് ചേർത്തിട്ട് അതുകൊണ്ട് ചെറിയ ഉരുളകളാക്കി എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുത്ത് കേട്ടോ. അപ്പം 2 ദിവസം ഫ്രിഡ്ജ് വെച്ചിരുന്നത് തന്നെ ഞാൻ സ്കൂളിലെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ശരിയാവുമോ ഇല്ലയോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും ഒരു കുഴപ്പമില്ല. ഞാൻ വെച്ച് വേസ്റ്റാക്കി കളഞ്ഞു കഴിഞ്ഞാലേ നമുക്കൊരു വിഷമമല്ലേ ഇത്രയും സാധനം വേസ്റ്റാക്കുമ്പോൾ. ഞാനങ്ങോട്ട് ഉണ്ടാക്കിയിടും, 2 പേരും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ആ ഉണ്ടാക്കിയിടുന്ന മൊത്തം എടുത്തൊക്കെ കോരി തിന്നുമായിരുന്നു കേട്ടോ. ഓണമാകുമ്പോഴത്തേക്കിന് ഞാനിനി വീണ്ടും ഉണ്ടാക്കണം. അതുകൊണ്ട് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും നല്ലതായിരുന്നു കേട്ടോ. ഞാനിതിൽ പൊൻകതിരിൻ്റെ ഇടിയപ്പം പൊടി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അത് കിട്ടി. അങ്ങനെ ഓണത്തിന് കളിയോടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചിപ്സൊക്കെ ഉണ്ടാക്കണം. എനിക്ക് ഓണത്തിന് ഇങ്ങനെ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മേടിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇനി ഏത്തക്ക ചിപ്സും അച്ചപ്പമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന പറ്റുവാണെങ്കിൽ ഉണ്ടാക്കും. പറ്റുവാണെങ്കിലല്ല, ചിപ്സ് നമ്മൾ മെയിനാണല്ലോ. നമ്മളിവിടെ ഇങ്ങനെ ഏത്തക്കൊല കിട്ടാനില്ല, എപ്പോഴും കൃഷിക്കാരില്ല. ഇനി ചന്ദനങ്ങണം പോയി വാങ്ങിക്കണം. നാളത്തെ ദിവസം കൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഫ്രീ ആവത്തുള്ളൂ കേട്ടോ. നാളെ സ്കൂളിലെ പിള്ളേരുടെ ഓണ പ്രോഗ്രാമാണ്. അപ്പം അതുകൊണ്ട് ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പം നമ്മുടെ മിക്കൊക്കെ ഉച്ചയൂണും കഴിഞ്ഞിട്ട് ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ തലയൊക്കെ പൊക്കി നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം മീൻ മേടിച്ചിട്ട് വന്ന പ്ലാസ്റ്റിക്കാണ് എല്ലാം ഉണക്കാനിട്ടുന്നത്. പക്ഷേ മഴയത്തെല്ലാം നനഞ്ഞു പോയി. ഇനി ഇതെല്ലാം ഉണക്കി എടുത്ത് വെക്കണം.